ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSA നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. സിസ്റ്റമാറ്റിക്സ് എന്ന ടോപ്പിക്കിലെ പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് ഓഫ് പ്ലാന്റ് നോമൻക്ലേച്ചർ, സസ്യങ്ങളുടെ നാമകരണവുമായി ബന്ധപ്പെട്ട തത്വങ്ങളും നിയമങ്ങളും, അതോടൊപ്പം ICBN എന്താണ് എന്നതാണ് ഇന്നത്തെ ടോപ്പിക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പോകാം വീഡിയോയിലേക്ക്. ഒരു സസ്യത്തിന്റെ നാമകരണം, അതായത് നോമൻക്ലേച്ചർ എന്താണ്, ആരാണ് ഇത് ചെയ്യുന്നത്? ടാക്സോണമി ചെയ്യുന്ന ആർക്കും ചെടികളെ കണ്ടുപിടിക്കാനും അവയ്ക്ക് പേര് നൽകാനും ഉള്ള അധികാരമുണ്ട്. പക്ഷേ ചില നിയമങ്ങളും തത്വങ്ങളും അനുസരിച്ചിരിക്കണമെന്ന് മാത്രം. ഈ നിയമങ്ങളും തത്വങ്ങളും ആരാണ് ഓർഗനൈസ് ചെയ്യുന്നത്? അതിനെക്കുറിച്ച് വിശദമായിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഒരാൾക്ക് ഒരു ചെടിയെ കണ്ടെത്തി, അതായത് പുതുതായിട്ട് ഒരു ചെടിയെ കണ്ടെത്തിയാൽ അതിന് അയാളുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു നാമകരണം ചെയ്യാൻ കഴിയും. അതായത് ഉദ്ദേശിക്കുന്ന തരത്തിലൊരു പേര് നൽകാൻ കഴിയും. പക്ഷേ ഇതിന് പ്രധാനമായിട്ടും ചില നിയമങ്ങളും തത്വങ്ങളും അറിഞ്ഞിരിക്കണം. പ്രധാനമായും 10 തത്വങ്ങളും നിയമങ്ങളുമാണ് പ്ലാന്റ്സിന്റെ നോമൻക്ലേച്ചറുമായി ബന്ധപ്പെട്ടുള്ളത്, അതായത് നാമനിർദ്ദേശവുമായി ബന്ധപ്പെട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് റൂൾസ് ഓഫ് പ്രയോറിറ്റി, അതായത് മുൻഗണനാ നിയമം. എങ്ങനെയാണ് പേര് നൽകേണ്ടത്, അല്ലെങ്കിൽ ഒരേ പേര് ഒന്ന് രണ്ട് പേർ സജസ്റ്റ് ചെയ്താൽ ആരുടെ പേരാണ് എടുക്കേണ്ടത്, ഇങ്ങനെയുള്ള പേരുകളാണ് അത് വാലിഡ് ആയിട്ട് എടുക്കേണ്ടത് എന്നതൊക്കെയാണ് മുൻഗണനാ നിയമത്തിൽ പറയുന്നത്. രണ്ടാമത്തത് നോമൻക്ലേച്ചർ ടൈപ്പ്, അതായത് നാമകരണ തരം. ഇപ്പൊ ഞാനൊരു ചെടി കണ്ടുപിടിക്കുകയാണെങ്കിൽ ഞാൻ ആ ചെടിയുമായി ബന്ധപ്പെട്ട ഒരു ഹെർബേറിയം തയ്യാറാക്കണം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഹെർബേറിയം തയ്യാറാക്കണം. അതിൽ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഹെർബേറിയത്തിനെ നമ്മൾ ICBന്റെ ഫ്രണ്ടിലായിട്ട് സബ്മിറ്റ് ചെയ്യണം, സമർപ്പിക്കണം. എങ്കിൽ മാത്രമേ ആ ചെടി ഇതിനു മുമ്പ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ പുതുതായിട്ട് കണ്ടെത്തിയതാണെന്ന് തിരിച്ചറിയാൻ കഴിയും. അപ്പൊ അതിനുവേണ്ടി തയ്യാറാക്കുന്ന ഹെർബേറിയം പോലുള്ള ഷീറ്റുകളാണ് ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അടുത്തത് റാങ്ക്സ് ഓഫ് ടാക്സ, ടാക്സകളുടെ റാങ്കുകൾ. ഒരു ചെടി കണ്ടെത്തി കഴിഞ്ഞാൽ ആദ്യം അത് ഡൈക്കോട്ട്, മോണോക്കോട്ട് എന്ന ക്ലാസ് കണ്ടെത്തണം. ദെൻ അത് ഏത് ഓർഡറിൽ വരുന്നു, ഏത് ഫാമിലിയിൽ വരുന്നു, ഏത് ജീനസിൽ വരുന്നു, ഏത് സ്പീഷീസ് ആയിരിക്കും എന്നതുകൊണ്ടുള്ള ഒരു പേര് നൽകുന്ന രീതിയാണ് ടാക്സോണുകൾ, അതായത് റാങ്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നെയിംസ് ഓഫ് ടാക്സ്. ഈ ടാക്സോണിന് എങ്ങനെ അനുയോജ്യമായിട്ടുള്ള പേരുകൾ നൽകാം. ഇപ്പോൾ ഒരു സ്പീഷീസിന് സപ്പോസ് മലബാറിക്ക എന്ന് ഒരുപാട് സ്പീഷീസ് കേട്ടിട്ടില്ലേ? ആ മലബാറിക്ക എന്ന സ്പീഷീസിന്റെ പേര് വരുന്നത് എന്തുകൊണ്ടായിരിക്കും? മലബാർ എന്ന മേഖല എന്നായിരിക്കും കണ്ടെത്തിയത്, ട്രാവൻകോറിക്ക അല്ലേ? അതുപോലുള്ള പേരുകൾ എങ്ങനെ നൽകി, അല്ലെങ്കിൽ ഒരു സ്പീഷീസിന് അല്ലെങ്കിൽ ഒരു ജീനസിന്, ഒരു ഫാമിലിക്ക് എങ്ങനെ പേര് നൽകാം, അതുമായി ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങളുണ്ട്. അത് ദെൻ ഇഫക്റ്റീവ് ആൻഡ് വാലിഡ് പബ്ലിക്കേഷൻ. നമ്മൾ കണ്ടുപിടിച്ച ഒരു പുതിയ ഓർഗാൻസിനെ അല്ലെങ്കിൽ പ്ലാന്റിനെ മറ്റുള്ളവരെ അറിയിക്കണം, അതിന് പ്രസിദ്ധീകരിക്കണം, പബ്ലിഷ് ചെയ്യണം. അത് എങ്ങനെ പബ്ലിഷ് ചെയ്യണം? ഏറ്റവും എഫക്റ്റായ രീതിയിൽ, ഫലപ്രദമായ രീതിയിൽ, വാലിഡ് ആയിട്ട് സാധ്യതയുള്ള രീതിയിൽ എങ്ങനെ പ്രസിദ്ധീകരിക്കണം? ഏതൊക്കെ പ്രസിദ്ധീകരണങ്ങളാണ് സാധ്യതയുള്ളത്, അതായത് ഫലപ്രദമായിട്ടുള്ളത്, അതിനെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. റിട്ടൻഷൻ ഓഫ് സ്പെസിഫിക് ആൻഡ് ഇൻട്രാ സ്പെസിഫിക് എപ്പിത്തേ. ചില സ്പീഷീസുകളെയും ജീനസുകളെയും നമുക്ക് നിലനിർത്തേണ്ടി വരും. അതായത് മുൻപ് കണ്ടുപിടിച്ച ചില സ്പീഷീസോ ജീനസുകളോ നിലനിർത്തിക്കൊണ്ട് പുതിയ സ്പീഷീസിലേക്ക് കടക്കേണ്ടി വരും. അതിനെക്കുറിച്ച് പറയുന്ന നിയമമാണത്. റിജക്ഷൻ ഓഫ് നെയിംസ്. ഏതൊക്കെ പേരുകൾ അംഗീകരിക്കണം, ഏതൊക്കെ പേരുകൾ ഒഴിവാക്കണം, എങ്ങനെയുള്ള പേരുകളാണ് ഒഴിവാക്കേണ്ടത്, അതിനെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. സ്പ്ലിറ്റിംഗ് ഓഫ് ജീനസ്. ചിലപ്പോൾ ഒരാൾ കണ്ടുപിടിച്ച ഒരു ചെടിയുടെ ജീനസ് വേറൊരു പേരിലായിരിക്കും അറിയപ്പെടുന്നത്. അടുത്തൊരു സയന്റിസ്റ്റ് അത് പറയുകയാണ് ആ ജീനസിൽ ഉൾപ്പെടുന്ന ചെടിയല്ല, ഉടനെ ആ ജീനസ് നിന്നും സ്പ്ലിറ്റ് ചെയ്ത് അതിനെ മാറ്റുന്നു. അതിനെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. നെയിംസ് ഓഫ് കൾട്ടിവേറ്റഡ് പ്ലാന്റ്സ്. നാച്ചുറലി കാണുന്ന പ്ലാന്റ്സ് അല്ലാതെ ഇന്ന് ആർട്ടിഫിഷ്യലി ഒരുപാട് പ്ലാന്റ്സ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന്റെ പേര് എങ്ങനെ നൽകാം? നെയിംസ് ഓഫ് ഹൈബ്രിഡ്. സങ്കര ഇനങ്ങളുടെ പേരുകൾ എങ്ങനെ നൽകാം? അതായത് ക്രോസ് ചെയ്തെടുക്കുന്ന ചെടികൾക്ക് എങ്ങനെ പേര് നൽകാം? ഇങ്ങനെ ഒരു ചെടിക്ക് എങ്ങനെ പേരുകൾ നൽകാം, ആ ചെടിയെ കണ്ടുപിടിക്കുന്നതോടൊപ്പം തന്നെ അവസാനം അതിനെ റിലീസ് ചെയ്യുന്നത് വരെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അത് അനുശാസിക്കേണ്ട കുറച്ച് നിയമങ്ങളും തത്വങ്ങളുണ്ട്. അതാണ് ഈ 10 എണ്ണത്തിലായിട്ട് പറയുന്നത്. നമുക്കിനി ഓരോ നിയമങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. റൂൾസ് ഓഫ് പ്രയോറിറ്റി, മുൻഗണനാ നിയമം എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു പേരിടൽ ചടങ്ങിലോട്ട് ആദ്യം പോകാം. പണ്ട് കാലങ്ങളിൽ ഒരാൾ ചെടിയെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു പേര് നൽകും. പക്ഷെ ആ പേരില് ഒരുപാട് വാക്കുകൾ ചേർത്തിട്ടായിരുന്നു. അതിനെ പോളിനോമിയൽ നോമൻക്ലേച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ആ ഒരു സസ്യത്തിന്റെ പേരിൽ 2ൽ കൂടുതൽ വാക്കുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനൊരു നാമകരണം കൊണ്ടുവന്നത് 1692
ഫ്ലൂക്കനെറ്റ് എന്ന ബൊട്ടാണിസ്റ്റ് ആണ്. അദ്ദേഹമാണ് സസ്യങ്ങളുടെ പേരിൽ ഒരുപാട് വാക്കുകൾ ചേർത്തുള്ള ഒരു നാമനിർദ്ദേശം കൊണ്ടുവന്നത്. ഉദാഹരണമായിട്ട് റെനങ്കുലസ് ബൾബോസസ് എന്ന ചെടി, ഇന്നറിയപ്പെടുന്ന ചെടിയുടെ പണ്ടത്തെ പേര് റെനങ്കുലസ് ഫോളിസ് ഒവാറ്റിസ് സെറാറ്റിസ് സ്കാപ്പോ ന്യൂഡോ യൂണിഫ്ലോറോ എന്നായിരുന്നു. അതായത് 1, 2, 3, 4, 5, 6, 7 വാക്കുകൾ അടങ്ങിയിട്ടുള്ള പേരായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കൂ, 7 വാക്കുകൾ അടങ്ങിയുള്ള പേര്. ചില ചെടികളിൽ 7ൽ കൂടുതൽ വാക്കുകൾ അടങ്ങിയിട്ടുണ്ടാകും. എന്തായിരുന്നു ഇതിന്റെ ഒരു ബുദ്ധിമുട്ടെന്ന് അറിയാമോ? ഒന്ന്, ഇത് ഓർത്തിരിക്കാനും മനപ്പാടമാക്കാനും പറയാനുമുള്ള ഒരു ബുദ്ധിമുട്ട്. അത് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. 7 വാക്കുകളും ഓർത്തിട്ട് ഒരു പേര് ഓർത്തിരിക്കുക എന്നുള്ളത് വളരെ കടുകട്ടിയാണ്, അല്ലെ? ഭഗീര പ്രയത്നം തന്നെയായിരിക്കും. 1, 2 ചെടികൾ ചിലപ്പോൾ പഠിച്ചെടുക്കാൻ പറ്റും. ഈ ലോകത്തുള്ള സസ്യങ്ങളുടെ പേരുകൾ എങ്ങനെയായിരിക്കും നമ്മൾ പഠിച്ചെടുക്കാൻ പറ്റുന്നത്? അതൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഓരോ വാക്കിനും ഒരു അർത്ഥമുണ്ട്. ആ പ്ലാന്റിന്റെ മിക്കവാറുള്ള സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ പേരിന് തന്നെ സയന്റിഫിക് ടേം അറിയാമെങ്കിൽ ആ ചെടിയെ കുറിച്ചുള്ള കുറെ ക്യാരറ്റ് ആ പേരിൽ തന്നെ കുറച്ച് കിട്ടും. അതാണ് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. പക്ഷെ ദോഷം എന്ന് പറയുന്നത് വലിയ പേരായിട്ട് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത്തരം പേരുകൾ ഓർത്തിരിക്കാനും മനപ്പാടാക്കാനും ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പിന്നീട് ഉപയോഗശൂന്യമായിട്ട് പോയത്. ഇതിനുശേഷം 1753 മെയ് 1 കോൾ ലിനേസ് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. എന്റെ പേരെന്തായിരുന്നു? സ്പീഷീസ് പ്ലന്റാരം എന്ന ബുക്ക്, അല്ലെ? അദ്ദേഹം അതിൽ ഒരുപാട് പ്ലാന്റുകളെ നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്, നാമകരണം ചെയ്തിട്ടാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നാമകരണം ചെയ്ത പ്രത്യേകത, ആ പേരിന് 2 വാക്കുകൾ ഉണ്ടായിരുന്നു. അതായത് ദി നാമ പദ്ധതി, ബൈനോമിയൽ നോമൻക്ലേച്ചർ സിസ്റ്റം കൊണ്ടുവന്നത് കോൾസ് ലിനേസ് 1753 മെയ് 1 കോൾ ലിനേസ് പബ്ലിഷ് ചെയ്തതോടുകൂടിയാണ് ദിനാമ പദ്ധതി ലോകം അറിഞ്ഞു തുടങ്ങി. അദ്ദേഹത്തിന്റെ ആ ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയുള്ള എല്ലാ ചെടികൾക്കും പേരുകൾ ഉണ്ടായിരുന്നു. ആ പേരിന് 2 വാക്കുകളെ ഉണ്ടായിരുന്നു. ഈ 2 വാക്കുകൾ അടങ്ങുന്ന പേരാണ് ദി നാമ പദ്ധതി അല്ലെങ്കിൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഈ ഒരു പദ്ധതി ലോകം മുഴുവൻ അംഗീകരിക്കുകയും ചെയ്തു. കാരണം 2 വാക്കുകളുള്ളത് കൊണ്ട് പഠിക്കാനും ഓർത്തിരിക്കാനും എളുപ്പമായിരുന്നു. ലോകം മുഴുവൻ അംഗീകരിച്ചു. അതുകൊണ്ട് തന്നെ ഒന്നാമത് ഈ നിയമങ്ങളെല്ലാം പിൽക്കാലത്ത് പ്രാബല്യമായത് 1753 മെയ് 1 ശേഷം കണ്ടുപിടിക്കപ്പെട്ട എല്ലാ ചെടികൾക്കും കോൾ ലിനേസിന്റെ രീതിയിലുള്ള പേരുകൾ അല്ലെങ്കിൽ ആ റൂളിനെ അനുസരിച്ചാണ് പിന്നെ പറ്റിക്കൊണ്ടിരുന്നത്. ഉദാഹരണം മാഞ്ചിഫറ ഇൻഡിക്ക, നേരത്തെ പറഞ്ഞ മാവ്. അതുപോലെ പാന്തേറ ലിയോ, ലയണിന്റെ പേര്. ഇതെല്ലാം 2 വാക്കുകൾ അടങ്ങിയിട്ടുള്ള പേരുകളല്ലേ? മാഞ്ചിഫറ ഇൻഡിക്ക, പാന്തേറ ലിയോ. ഇങ്ങനെയുള്ള 2 പേരുള്ള പദ്ധതി, ദി നാമ പദ്ധതി കൊണ്ടുവന്നത് കോൾ ലിനേസ് ആണ്. 1753 മെയ് 1 ശേഷമാണ് ഇതെല്ലാം പ്രാബല്യത്തിൽ വന്നത്. അതുകൊണ്ട് തന്നെ സീഡ് പ്ലാന്റ്സിന് പേര് നൽകുന്നത്, അതുമായി ബന്ധപ്പെട്ട നിയമം എല്ലാം പരിഗണിച്ചത് ഈ ഒരു വർഷത്തിന് ശേഷം തന്നെയാണ്. ആ ഒരു ഡേറ്റിന് ശേഷം വരുന്ന പേരുകളെല്ലാം ഈ ഒരു നിയമം അനുസരിച്ചിട്ടായിരിക്കും പിന്നീട് പബ്ലിഷ് ചെയ്ത് തുടങ്ങി. ടാക്സോണമി അഥവാ വർഗീകരണ ശാസ്ത്രം എന്ന പദം ആദ്യമായിട്ട് നൽകിയത് 1813 അഗസ്റ്റിൻ പൈറം ഡി കാൻഡോൾ ഓർ APD കാൻഡോൾ എന്ന സയന്റിസ്റ്റാണ്. ഇതിനു മുമ്പായിട്ട് കോൾ ലിനേസ് ഒരുപാട് നാമകരണ പദ്ധതി കൊണ്ടുവന്നു, അത് അംഗീകരിക്കുകയും ചെയ്തു. പിന്നീട് ഓരോ സയന്റിസ്റ്റുകളുടെ കണ്ടുപിടുത്തത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, റൂൾസ്, നിയമങ്ങൾ ഇങ്ങനെ മാറി 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 വന്നു. അങ്ങനെ പലരും പല നിയമങ്ങൾ കൊണ്ടുവന്നു, ചിലത് അംഗീകരിച്ച് ചിലത് റിജക്ട് ചെയ്തു. ടാക്സോണമി എന്ന പദം കൊണ്ടുവന്നത് APD കാൻഡോൾ എന്ന സയന്റിസ്റ്റ് ആണ്. എന്നാൽ ടാക്സോൺ എന്ന പദം, ആ ടാക്സോൺ എന്ന യൂണിറ്റിന്റെ പദം നൽകിയത് പിന്നീട് വന്ന സയന്റിസ്റ്റായ മേയർ എ ആണ്. അത് 1926 ഇനി ഈ നാമകരണവുമായി ബന്ധപ്പെട്ടുള്ള പോരായ്മകൾ എന്തൊക്കെയാണ്? അതായത് നോമൻക്ലേച്ചറിൽ ഒരുപാട് ഡീമെറിറ്റുകളുണ്ട്. ഓരോ രാജ്യത്തുള്ള സയന്റിസ്റ്റുകൾ സ്വതന്ത്രമായിട്ട് അവർക്ക് ഇഷ്ടമുള്ള പേരുകൾ നൽകാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ചെമ്പത്തിക്ക് ഒരു പേര് നൽകി, ഇംഗ്ലണ്ടിൽ നിന്ന് സയന്റിസ്റ്റ് വേറൊരു പേര് നൽകി, ചൈനയിൽ നിന്ന് സയന്റിസ്റ്റ് വേറൊരു പേര് നൽകി, ഓസ്ട്രേലിയയിലെ സയന്റിസ്റ്റ് വേറൊരു പേര് നൽകി സങ്കല്പിക്കും. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പേര് നൽകി. അപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. ഒരു ചെടിക്ക് പല പേരുകളാകാൻ തുടങ്ങി. ഒരു സസ്യത്തിന്റെ ഒന്നിലധികം പേരുകൾക്ക് ഇത് കാരണമാവുകയും ഓർത്തിരിക്കാനും തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ ഞാനിവിടെ ചെമ്പരത്തി കൊടുത്ത പേരായിരിക്കില്ല ഇംഗ്ലീഷുകാർ കൊടുത്തത്, വേറെ ആരെങ്കിലും ആയിരിക്കും, വേറെ ഒരു പേരായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ 2 പേരും സൂചിപ്പിക്കുന്നത് ഒരു ചെടിയെ തന്നെയാണ്. അല്ലെങ്കിൽ 5 പേരെന്ന് സങ്കല്പിക്കുക. 5 രാജ്യങ്ങളിൽ അറിയപ്പെടുന്ന പേരിൽ അറിയപ്പെടുന്ന ചെടികളെല്ലാം ഒന്ന് തന്നെ. അപ്പോൾ 5 തരം പേരായി. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടുകളും കൺഫ്യൂഷൻ, തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ഭാഷ ഒരു പ്രശ്നമാണ്. ഇപ്പൊ അമേരിക്കക്കാർ പറയുന്ന അത്രയും ഈസി ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് പറ്റണമെന്നില്ല, അല്ലേ?
ഓരോ രാജ്യത്തെ ഭാഷയിലുള്ള പേരുകൾ മറ്റുള്ളവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനും അത് പ്രൊനൗൺസ് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതിനാൽ തന്നെ അൽഫോൺസ് ഡി കാൻഡോൾ പിന്നീട്, അതായത് നേരത്തെ പറഞ്ഞ അഗസ്റ്റ്യൻ പൈറം ഡി കാൻഡോളിന്റെ മകൻ എന്ത് ചെയ്തു, നാമകരണത്തിന് വേണ്ടി ലോകം മുഴുവനും അംഗീകരിക്കുന്ന ഒരു ഏകരൂപ സംവിധാനം, ഒരു കോഡ് നിയമം കൊണ്ടുവന്നു. അതായത് നേരത്തെ പറഞ്ഞ സയൻസിന്റെ മകനാണ് അൽഫോൺസ് ഡി കാൻഡോൾ. അഗസ്റ്റ്യൻ പൈറം ഡി കാൻഡോളുടെ മകനായ അൽഫോൺസ് ഡി കാൻഡോൾ എന്ത് ചെയ്തു, സസ്യങ്ങൾക്ക് പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിയമം കൊണ്ടുവന്നു. അതായത് ലോകം മുഴുവനും അംഗീകരിക്കുന്ന നിയമമാണ്. അതായത് എല്ലാ ചെടികൾക്കും ഒറ്റ പേര് വരിക, അതായത് ലോകം മുഴുവനും ആ പേര് തന്നെ ഉണ്ടാവുക, അല്ലെങ്കിൽ പേര് തന്നെ നിലനിർത്തുക. അതാണ് ഏക രൂപ സംവിധാനം. ഒരു ഒറ്റ കോഡ്, ഒരു കോഡ് എന്ന് വെച്ചാൽ നിയമം, നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു പേര് കൊടുക്കുന്ന സംവിധാനം അൽഫോൺസ് ഡി കാൻഡോൾ കൊണ്ടുവന്നു. അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് പരിശ്രമിച്ചു. അതായത് ലോകം മുഴുവനും അംഗീകരിക്കുന്ന ഒരു ചെടിക്ക് ഒരു പേര് വരിക എന്ന ലക്ഷ്യത്തില് അൽഫോൺസ് ഡി കാൻഡോൾ എന്ത് ചെയ്തു, ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി. അങ്ങനെ 1867 അദ്ദേഹം ആഗസ്റ്റിൽ പാരീസിൽ വെച്ച് ഒരു അന്താരാഷ്ട്ര ബൊട്ടാണിക്കൽ കോൺഗ്രസ് നടത്തുകയുണ്ടായി. ഇന്റർനാഷണൽ ബൊട്ടാണിക്കൽ കോൺഗ്രസ് നടത്തിയ ആ മീറ്റിംഗിൽ ഒരുപാട് രാജ്യത്തിന് റെപ്രസെന്റേറ്റീവ്സ് പങ്കെടുത്തിട്ടുണ്ട്, ബൊട്ടാണിസ്റ്റുകൾ പങ്കെടുത്തു. ഇവിടെ വെച്ച് നാമകരണവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അഥവാ നിയമങ്ങൾ അഥവാ കോഡുകൾ അംഗീകരിച്ചു. അതായത് ആ ഒരു കോൺഗ്രസ് മീറ്റിലാണ്, അവിടെ വെച്ചിട്ടാണ് എല്ലാവരും കൂടെ ചേർന്ന് കുറെ നിയമങ്ങൾ രൂപീകരിച്ചു. നിയമങ്ങൾ, ആ നിയമങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പേരാണ്, അല്ലെങ്കിൽ അറിയപ്പെടുന്ന പേരാണ് കോഡുകൾ. COD, കോഡ് എന്നറിയപ്പെടുന്നത്. ഈ കോഡ് ആദ്യമായിട്ട് നടന്നത് പാരീസിൽ വെച്ചിട്ടാണ്, ഓഗസ്റ്റിലാണ്. ഡേറ്റ് എന്ന് ഓർത്തിരിക്കുക 1867. ഈ നിയമത്തിന് പാരീസ് കോഡ് അഥവാ ഡി കാൻഡോൾ റൂൾ എന്നാണ് അറിയപ്പെടുന്നത്. നിയമം, റൂൾ അല്ലേ. അപ്പൊ അന്ന് അവിടെ എടുത്ത നിയമം, അന്ന് അവിടെ വെച്ച് ഉണ്ടായ നിയമത്തിന് അറിയപ്പെടുന്ന പേര് പാരീസ് കോഡ് അഥവാ ഡി കാൻഡോൾ റൂൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇതിന്റെ പോരായ്മകൾ വീണ്ടും ഉണ്ടായിരുന്നു. ഇപ്പൊ ഓരോ റൂളിൽ ആദ്യകാലങ്ങൾ വരുന്നതല്ലേ, അപ്പൊ അതിൽ ഒരുപാട് പോരായ്മകൾ വരും. പിന്നീട് ഓരോരോ മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ ആ ഓരോ മീറ്റിങ്ങിലും ഒരുപാട് പോരായ്മകൾ പരിഹരിച്ച് പുതിയ നിയമങ്ങൾ വന്നു തുടങ്ങി. അങ്ങനെ അതിനുശേഷം പിന്നീട് വന്ന ഒരു നിയമമാണ് ക്യൂ റൂൾ. ക്യൂവിൽ വെച്ചാണ് നടന്നത്, അതുകൊണ്ട് ക്യൂ റൂൾ എന്ന പേര് വന്നത്. അത് നേരത്തെ ഉണ്ടായിരുന്ന ഡി കാൻഡോൾ റൂൾ അല്ലെങ്കിൽ പാരീസ് കോഡിന്റെ നിയമങ്ങളുടെ പോരായ്മ പരിഹരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ റൂൾ വന്നത്. അതിനുശേഷം 1892 NL ബ്രിട്ടൻ എന്ന സയന്റിസ്റ്റ് അല്ലെങ്കിൽ ബൊട്ടാണിസ്റ്റ് ന്യൂയോർക്കിലെ റോച്ചസ്റ്ററിൽ വെച്ചിട്ട് വീണ്ടും ഒരു നിയമം കൊണ്ടുവന്നു, അത് അംഗീകരിക്കുകയും ചെയ്തു. ആ കോഡിനെ അല്ലെങ്കിൽ നിയമത്തിന് അറിയപ്പെടുന്ന പേരാണ് റോച്ചസ്റ്റർ കോഡ്. അത് NL ബ്രിട്ടനും അദ്ദേഹത്തിന്റെ അനുയായികളും ചേർത്താണ് അന്ന് അത് അംഗീകരിച്ചത്. ഇതിലും ഒരുപാട് പോരായ്മകൾ ഉണ്ടായി. പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പോരായ്മകൾ ഉണ്ടായപ്പോൾ അത് പരിഷ്കരിക്കാൻ വേണ്ടി മൂന്നാമത്തെ അന്താരാഷ്ട്ര കോൺഗ്രസ് വീണ്ടും രണ്ടാമതൊരെണ്ണം നടന്നു. നേരത്തെ പറഞ്ഞ ആദ്യ ഒരു കോൺഗ്രസ് മീറ്റ് നടന്നു, അതിനുശേഷം ഒരു മീറ്റിംഗ് നടന്നു. പിന്നീട് മൂന്നാമത്തെ അന്താരാഷ്ട്ര കോൺഗ്രസ് മീറ്റ്, അതായത് 1905 പുതിയ നിയമം വന്നു. നേരത്തെ ഉണ്ടായിരുന്ന പാരീസ് കോഡിന്റെ കുറച്ചുകൂടെ പരിഷ്കരിച്ച, മോഡിഫൈ ചെയ്ത ഒരു വേർഷനായിരുന്നു. അങ്ങനെ പാരീസ് കോഡിന്റെ കുറച്ചുകൂടി പുതിയൊരു വേർഷനായിട്ട് പുതിയൊരു നിയമം വന്നു 1905 വിയന്നയിൽ വെച്ച് നടന്നുകൊണ്ട്. ആ നിയമത്തിന്റെ വിയന്ന കോഡ് എന്ന് പറഞ്ഞു. വിയന്ന കോഡ് നിലയിൽ വന്നത് 1905 അപ്പം പാരീസ് കോഡ്, ദെൻ ക്യൂ റൂൾ അല്ലെങ്കിൽ ക്യൂ കോഡ് എന്ന് പറയാം, ദെൻ റോച്ചസ്റ്റർ കോഡ്, ദെൻ വിയന്ന കോഡ്. ഇതിനുശേഷം അമേരിക്കൻ കോഡ് 2 വർഷം കഴിഞ്ഞപ്പോൾ 1907 അമേരിക്കൻ കോഡ് നിലവിൽ വന്നു. എന്തുകൊണ്ടായിരിക്കും വന്നത്? ഓരോ വർഷവും നിയമങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ആ നിയമങ്ങൾ പരിഷ്കരിച്ചു വന്നു. 1930 കേംബ്രിഡ്ജിൽ നടന്ന അടുത്ത കോൺഗ്രസ് മീറ്റിൽ വിയന്ന കോഡും അമേരിക്കൻ കോഡും കുറച്ചുകൂടെ വിശകലനം ചെയ്തു. അതായത് അതിനെക്കുറിച്ച് അനലൈസ് നടത്തിയിട്ട് അതിന്റെ പരിണത ഫലമായിട്ട് TA സ്പ്രാഗ് എന്ന സയന്റിസ്റ്റും ML ഗ്രീൻ എന്ന സയന്റിസ്റ്റും ചേർത്ത് ICBN രൂപകൽപ്പന നടത്തി. ഇതിനെയാണ് കേംബ്രിഡ്ജ് കോഡ് എന്ന് പറയുന്നത്. അതായത് 1930 കേംബ്രിഡ്ജിൽ വെച്ചാണ് അടുത്ത മീറ്റിംഗ് നടന്നത്. അതിൽ നേരത്തെ ഉണ്ടായിരുന്ന വിയറ്റ്ന കോഡിന്റെയും അമേരിക്കൻ കോഡിന്റെയും പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് ഒരു പുതിയ നിയമം വന്നു. ആ നിയമത്തിന് അറിയപ്പെടുന്ന പേര് കേംബ്രിഡ്ജ് കോഡ് എന്നാണ് അറിയപ്പെടുന്നത്. കൊണ്ടുവന്നത് TA സ്പ്രാഗും അതുപോലെ ML ഗ്രീൻ എന്ന സയന്റിസ്റ്റിന്റെ പരിണത ഫലം അല്ലെങ്കിൽ പരിശ്രമ ഫലമായിട്ടാണ് ഉണ്ടായത്. ഇത് വേറൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്, അതായത് ICBN. അവിടെ വെച്ചാണ് ഇത് ICBN രൂപകൽപ്പന ചെയ്തത്. നിയമങ്ങളാണ് ഇതിൽ പറയുന്നത്, എങ്ങനെ പേര് നൽകാം എന്ന നിയമം. ആ ICBNന്റെ ഫുൾ ഫോം നമുക്കറിയാം, ഇന്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ എന്ന പേരിൽ ഒരു നിയമം കൊണ്ടുവന്നു. ഈ നിയമത്തിന്റെ വേറൊരു പേരാണ് കേംബ്രിഡ്ജ് കോഡ് എന്നറിയുന്നത്. നമ്മുടെ സിലബസിൽ ICBN കൂടെ പഠിക്കാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അവസാനമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാൻ ICBN പറഞ്ഞത് കൊണ്ട് അതിന്റെ കൂടെ തന്നെ അതുമായി ബന്ധപ്പെട്ടു പോകും.
അപ്പൊ ICBN വന്നത് 1930 അല്ലെ. കേംബ്രിഡ്ജ് കോഡ് എന്ന പേരിൽ ICBN ഫുൾ ഫോം ഇന്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ, അന്താരാഷ്ട്ര സസ്യ നാമകരണ കോഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് സസ്യങ്ങൾക്ക് ശാസ്ത്രനാമം അതായത് സയന്റിഫിക് നെയിം നൽകുന്നതുമായി ബന്ധപ്പെട്ട നിയമമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ചെടിയുടെ പേര് മറ്റൊരു ചെടിക്ക് നൽകുന്നത് തടയുക, അത് ഒരേ പേര് രണ്ട് ചെടികൾക്ക് കൊടുക്കുന്നത് തടയുക. ഒരു ചെടിയുടെ പേര് തന്നെ വേറെ ചെടിക്ക് ഉപയോഗിക്കാതിരിക്കാൻ നോക്കണം അല്ലെ, അത് തടയുക. ലോകത്ത് മൊത്തത്തിലായി അറിയപ്പെടുന്ന ഒരു പേര് നൽകുക, കൊടുക്കുന്ന പേര് ലോകം മുഴുവൻ ആ ചെടിക്ക് അംഗീകരിക്കപ്പെടുകയും അറിയപ്പെടുകയും വേണം, അങ്ങനെ ഒരു പേര് നൽകുക. ചെടിക്ക് പേരിട്ട ശാസ്ത്രജ്ഞന്റെ പേര് നൽകുന്ന എന്തൊക്കെ നിയമങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് ഇപ്പം ആരാണ് ഈ പേര് ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്തത്, ആ സയന്റിസ്റ്റിന്റെ പേര് കൂടി അതിൽ ഉൾപ്പെടുത്തുക. ഇതൊക്കെയാണ് ICBN റൂൾസിൽ ഉൾപ്പെടുന്നത്. ഇതിലുള്ള ചെടികൾ 1753 മെയ് 1 ശേഷമുള്ളതായിരുന്നു. ഈ നിയമത്തിൽ വരുന്ന ഈ നിയമം അനുസരിച്ച് പേര് നൽകുന്ന എല്ലാം 1753 ശേഷമാണ്. എന്തുകൊണ്ടായിരിക്കാം? കാരണം അന്നാണ് കോൾ ലിനേഴ്സ് എന്ത് പബ്ലിഷ് ചെയ്തത്, സ്പീഷീസ് പ്ലന്റാരം പുറത്തിറങ്ങിയ വർഷമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വർഷത്തിന് ശേഷം വന്ന പേരുകളെല്ലാം ഈ പറഞ്ഞ നിയമങ്ങൾ അനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പണ്ട് കാലങ്ങളിൽ സസ്യങ്ങൾക്കും ഫംഗസിനും ആളുകൾക്കും ഒക്കെ പേരുകൾ നൽകുന്നുണ്ടായിരുന്നു. അത് സസ്യങ്ങളായിട്ട് പരിഗണിച്ചുകൊണ്ടായിരുന്നു. ഈ സസ്യലോകത്തായിരുന്നു ഫംഗസിനെയും ആളുകൾ എല്ലാത്തിനും ഉൾപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഫംഗസിന്റെ പേര് നൽകുന്നതും സസ്യങ്ങളുടെ കൂട്ടത്തിലായിരുന്നു. അങ്ങനെ അതിനുവേണ്ടി വന്നൊരു ആദ്യത്തെ സംഘടനയാണ് ICBN. പിന്നീട് അതിന്റെ പേര് മാറ്റി ICN ഒക്കെ അന്താരാഷ്ട്ര നാമകരണ കോഡെന്നാക്കിയിട്ടുണ്ട്. അവരാണ് ഈ ആളുകളുടെയും ഫംഗസിന്റെയും സസ്യങ്ങളുടെയും ഒക്കെ പേര് നൽകുന്നത്. ICBN എന്ന ആദ്യകാലത്ത് നൽകിയ പേരാണ്, പിന്നീട് അത് ICN ആയിട്ട് മാറി അന്താരാഷ്ട്ര നാമകരണ കോഡ്, അതായത് ഇന്റർനാഷണൽ കോഡ് ഓഫ് നോമൻക്ലേച്ചർ എന്നാക്കി. അതിൻ്റെ അകത്ത് പ്ലാന്റ്സും ഫംഗസും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. 2005 വിയറ്റ്നാം കോഡൊക്കെ എന്താണെന്ന് നമുക്കറിയാം. വിയറ്റ്നാം കോഡിന്റെ പകരമായിട്ട് 2011 അന്താരാഷ്ട്ര മീറ്റിംഗിൽ പുതിയ കോഡ് വന്നു. മെൽബണിൽ വെച്ച് നടന്നുകൊണ്ട് അതിന്റെ പേര് മെൽബൺ കോഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ ഫലമായിട്ടാണ് അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്റർനാഷണൽ ബൊട്ടാണിക്കൽ കോൺഗ്രസിൽ നേരത്തെ പറഞ്ഞ ICBN പേര് മാറിയത്. അപ്പൊ ICBN പേര് മാറാൻ കാരണമായിട്ടുള്ള കോഡ് ശരിക്കും പറഞ്ഞാൽ മെൽബൺ കോഡ്. അപ്പോൾ ഈ പറഞ്ഞ കോഡിന്റെയൊക്കെ നിലവിലെ പതിപ്പ് 2017 പുറത്തിറങ്ങി. ചൈനയിലെ ഷെൻഷനിൽ നടന്ന മീറ്റിംഗിൽ വെച്ചാണ് ഈ ഒരു കോഡ് അനുസരിച്ചുള്ള നിയമങ്ങൾ വീണ്ടും പരിഷ്കരിച്ചത്. എന്നാൽ ഇതിന്റെ അന്തിമ കോഡ് അല്ലെങ്കിൽ ഫൈനൽ ഡോക്യുമെന്റേഷൻ ഇതുവരെയും 2018 ജൂലൈ 26 വരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അപ്പൊ ഇതാണ് നാമകരണവുമായി ബന്ധപ്പെട്ട മുൻഗണനാ നിയമം. അപ്പൊ മുൻഗണനാ നിയമത്തിൽ എന്താണ് പറയുന്നത്? ഓരോ കോഡ് അനുസരിച്ചിട്ടുള്ള പേരുകളായിരുന്നു. അപ്പൊ മിക്കവാറുള്ള പേരുകളെല്ലാം അംഗീകരിച്ചു തുടങ്ങിയത് 1753 മെയ് 1 ശേഷമാണ്. കാരണം സ്പീഷീസ് പ്ലന്റാരം എന്ന ബുക്ക് ഇറക്കിയതിനു ശേഷമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള തീനാമ പദ്ധതിയുടെ പേരുകളൊക്കെ നൽകി തുടങ്ങിയത്. ഒരുപാട് പേര് വന്നു, കോഡുകൾ വന്നു. ആ കോഡിന്റെ അവസാനം എന്ന കോഡാണ് അംഗീകരിച്ച കോഡ്. ചൈനയിലെ ഷെൻഷനിൽ നടന്ന ഷെൻഷൻ കോഡാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ കോഡുകൾ ഒന്ന് ഓർത്തിരിക്കുക, അതിന്റെ വർഷങ്ങളും ഓർത്തിരിക്കുക. പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് ഓഫ് പ്ലാന്റ് നോമൻക്ലേച്ചർ എന്ന ടോപ്പിക്കിലെ ഒന്നാമത്തെ റൂൾ ആയ റൂൾസ് ഓഫ് പ്രയോറിറ്റി, മുൻഗണനാ നിയമം മാത്രമാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ബാക്കി റൂൾസും അതിന്റെ പ്രിൻസിപ്പിൾസും എല്ലാം അടുത്ത ക്ലാസ്സുകളിൽ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.